Hi, hello, welcome to my channel. എൻ്റെ പേര് അമൽ. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അൾട്രാ വൈഡ് സ്ക്രീൻസ് എങ്ങനെയാണ് മാക്ബുക്കിൻ്റെ കൂടെ ഉപയോഗിക്കാം എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. ഇത് റെഗുലർ മോണിറ്റേഴ്സിന് നമുക്ക് പ്രത്യേകിച്ച് റെസൊല്യൂഷൻ കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി കണക്ട് ചെയ്യുമ്പോൾ തന്നെ അത് ഡിറ്റക്റ്റ് ആയി വന്നോളും. പക്ഷേ നമ്മുടെ മാക്കിൽ അൾട്രാ വൈഡ് റെസൊല്യൂഷൻസ് ഒന്നും സപ്പോർട്ട് ചെയ്തില്ല. അപ്പോൾ സപ്പോർട്ട് ചെയ്യാത്ത മാക്കിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഈ അൾട്രാ വൈഡ് മോണിറ്റേഴ്സിൻ്റെ റെസൊല്യൂഷൻ സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്ലഗിനാണ് SwitchResX എന്ന് പറഞ്ഞിട്ട്. ഇത് വലിയ എമൗണ്ട് ഉള്ള പ്ലഗിൻ ഒന്നുമല്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഓൾറെഡി ഇതിനകത്ത് SwitchResX ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് പോവാം. ഇപ്പോൾ ഈ ഓപ്പൺ ആയി വന്നേക്കുന്ന വിൻഡോ ആണ് SwitchResX എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. ആദ്യം നമ്മൾ പഴയ വേർഷൻ OSലൊക്കെ മാക് OSന്റെ SIP ഡിസേബിൾ ചെയ്തിട്ട് വേണമായിരുന്നു റെസൊല്യൂഷൻ സ്കെയിൽ ചെയ്യുന്ന സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പർ ടൂൾ ഇൻസ്റ്റാൾ ചെയ്യാനും ഡീമൻസ് ലോഞ്ച് ചെയ്യാനും ഒക്കെ. കാറ്റലീന തൊട്ട് മേളിലേക്കുള്ള വേർഷൻസിലൊന്നും അതിൻ്റെ ആവശ്യമില്ലെന്നാണ് അതിൻ്റെ ഡെവലപ്പേഴ്സ് പറയുന്നത്. ഇപ്പോൾ ഞാനിവിടെ കണക്ട് ചെയ്തേക്കുന്ന എൻ്റെ രണ്ട് സ്ക്രീൻസ് ആണ്. ഒന്ന് എൻ്റെ ഡിഫോൾട്ട് ബിൽറ്റിൻ എൻ്റെ 2012 മാക്ബുക്ക് ആണ്, അതിൻ്റെ സ്ക്രീനാണ് ഈ കാണിക്കുന്നത്. പിന്നെ നമുക്കുള്ളത് LGയുടെ അൾട്രാ വൈഡ് ആണ്, അതിൻ്റെ ബേസിക് വേർഷൻ ആണ്. ഞാൻ എൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മോണിറ്റർ വാങ്ങാം. ഞാൻ മ്യൂസിക് പ്രൊഡക്ഷൻ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അൾട്രാ വൈഡ് വാങ്ങിയത്. നിങ്ങൾ ഗെയിമൊക്കെ കളിക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾക്കത് യൂസ് ചെയ്ത് നോക്കാം. പക്ഷേ ഇതിൻ്റെ ഫ്രെയിം റേറ്റ് ഇച്ചിരി കുറവാണ്. ഏറ്റവും ബേസിക് വേർഷൻ അൾട്രാ വൈഡ് ആണ്, 60 Hz വരെ സപ്പോർട്ട് ചെയ്യുള്ളൂ. നമുക്ക് ഇതിൻ്റെ അകത്ത് എങ്ങനെ നമ്മുടെ കസ്റ്റം റെസൊല്യൂഷൻ ആഡ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പം ഞാൻ ഓൾറെഡി ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ഇതിൻ്റെ പ്രീസെറ്റ് ഒക്കെ ആക്റ്റീവ് ആക്കി വെച്ചേക്കുന്നതുകൊണ്ടാണ് എൻ്റെ സ്ക്രീൻ ഓൾറെഡി വൈഡായിട്ട് തന്നെ ഇരിക്കുന്നത്. ഇതിപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുവാണെങ്കിൽ സൈഡ്സ് എല്ലാം ക്രോപ്പ് വരും 1080p ഇത് നമുക്ക് വരുന്നത് 2560 1080 എന്ന് പറഞ്ഞ റെസൊല്യൂഷനിലേക്കാണ്. അപ്പോൾ ഇവിടെ കറണ്ട് റെസൊല്യൂഷൻ ഇവിടെ ഞാനിപ്പോൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് 2560 1080. ഇത് നമ്മൾ കസ്റ്റമായിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു പ്രീസെറ്റാണ്. നമുക്ക് അല്ലാതെ ഇതിൻ്റെ കൂടെ വരുന്ന കുറേ പ്രീസെറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അത് കാണാൻ പറ്റും. ഈ കസ്റ്റം റെസൊല്യൂഷനിൽ പോയിട്ട് ആദ്യം നമ്മളൊരു കസ്റ്റം പ്രീസെറ്റ് ഉണ്ടാക്കണം. അതിനായിട്ട് പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്ത ശേഷം കസ്റ്റം റെസൊല്യൂഷൻ തന്നെ കൊടുക്കുക. ഇവിടെ 159 തന്നെ വെക്കുക. 2560 1080 ആണ് എനിക്ക് വേണ്ട റെസൊല്യൂഷൻ. നിങ്ങൾക്ക് വേണ്ട റെസൊല്യൂഷൻ നിങ്ങൾ അതിനകത്ത് കൊടുക്കുക. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് ഈ റെസൊല്യൂഷനുള്ള മോണിറ്റേഴ്സിനുള്ള ഡീറ്റെയിൽസ് ആണിത്. ഈ വിൻഡോ നോക്കി ഇതുപോലെ തന്നെ നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് ഓക്കെ കൊടുത്ത് കഴിയുമ്പോൾ പുതിയൊരു പ്രീസെറ്റ് ഇവിടെ ക്രിയേറ്റ് ആവും. ആ പ്രീസെറ്റ് ക്രിയേറ്റ് ആയി കഴിയുമ്പോൾ നോട്ട് സേവ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. നോട്ട് സേവ്ഡ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രീസെറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് കൊടുക്കണം. സേവ് സെറ്റിംഗ്സ് കൊടുത്ത് കഴിയുമ്പോൾ നമ്മൾ പാസ്വേഡ് ചോദിക്കും. ഞാനിപ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാനത് പിന്നെയും ചെയ്യാത്തത്. ഇനി നമുക്ക് ഇത് ആക്റ്റീവ് ആക്കണമെങ്കിൽ ഇത് ആദ്യം സേവ് ചെയ്യണം. സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കമ്പ്യൂട്ടർ ചിലപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യാൻ പറയും. റീസ്റ്റാർട്ട് ചെയ്യാൻ പറയുവാണെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് വന്നിട്ട് നമ്മൾ ഈ ഇൻസ്റ്റാൾ ഹെൽപ്പറും ലോഞ്ച് ഡീമോനും ഓൺ ആക്കി കൊടുക്കുക. അതിനുശേഷം ഇവിടെ ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ വരുന്നതായിരിക്കും. അത് ആക്റ്റീവ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിവിടെ റെസൊല്യൂഷൻ കാണിക്കും. അത് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ഡിഫോൾട്ട് ഡിസ്പ്ലേയുടെ സെറ്റിങ്സിലേക്ക് പോവുക. ഇതിൽ നമ്മുടെ ഈ സ്ക്രീനിൻ്റെ ഡിഫോൾട്ട് ഫോർ ഡിസ്പ്ലേ എന്ന് പറഞ്ഞായിരിക്കും കിടക്കുന്നത്. സ്കെയിലിൽ നോക്കുമ്പോൾ നമുക്കിവിടെ കാണാം 2560 1080 കിടക്കുന്നത്. നിങ്ങൾക്കിത് മോണിറ്റർ റീസ്റ്റാർട്ട് വരുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് സെറ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.